അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി വന്നിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കിയത്. അപ്പം ഇനി വൈകുന്നേരം കുട്ടികൾക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ കഴിക്കുന്നില്ല. അതൊരു വേറൊരു ടേസ്റ്റിലാക്കി കഴിച്ചോളും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ വേണ്ടത്ര ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ഇത് മതി, വല്ലാതെ മധുരം വേണ്ട. അപ്പോൾ ഇതിൽക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരിഞ്ഞ് കുറുക്കിയെടുക്കണം. ഇപ്പം നല്ലോണം അരിഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി അരിയാനുണ്ട്. ഏതായാലും അത് കുറുകി കിട്ടണം, ഒന്ന് കുറച്ച് കുറുകണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഞങ്ങളെ തറവാട് വീടുകളിലൊക്കെ ഇങ്ങനെ ഇടുണ്ണി പറഞ്ഞൊരു വലിയൊരു അച്ചുമ ഇരുന്നിട്ടൊക്കെ അമർത്തിയിട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇപ്പം ആ അച്ചൊന്നും തറവാട് വീടുകളിൽ കൂടെ ഒന്നുമില്ല. അപ്പം അതൊന്നും ഞാനിങ്ങനെ അതിൻ്റെ ടേസ്റ്റിൻ്റെ വായൻ്റെ ഉള്ളിൽ ഉണ്ടാവും. തിന്ന് കഴിഞ്ഞിട്ട് അത് നല്ലൊരു ഇഷ്ടമാണല്ലോ ഇക്കാലത്ത് കഴിക്കും. അപ്പം അതിൻ്റെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഈ നൂലപ്പത്തിനാക്കുന്നത്. പക്ഷേ അതിങ്ങനെ നീണ്ടാവും നിൽക്കുക. പക്ഷേ ഇതിൻ്റെ നൂലപ്പത്തിന് ഞാൻ ഉണ്ടാക്കിയത് ഇതിൻ്റെ ചെമ്പിൽ കുഴിയിലാണ് ഇട്ടത്. കുഴിയിൽ പിന്നെ പീച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ശർക്കര ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ട് അടച്ചു വെക്കണം. പിന്നെ നൂലുപുട്ടിൻ്റെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നീട്ടി പീച്ചെടുത്താൽ മതി ശരിക്കും. എന്നാൽ ന്യൂഡിൽസിൻ്റെ അതേപോലെ ആയി കിട്ടും. പിന്നെ ഇഡുണ്ണിൻ്റെ അതേപോലെ നീണ്ട് കിടക്കും. ഇത് പക്ഷേ ഞാനിങ്ങനെ ഇഡലിൻ്റെ തട്ടിൽ കുഴിയിൽ പീച്ചിയതാണ്. നേരെ മറിച്ച് നീട്ടി പീച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ ആയിന്ന് മാത്രം. അപ്പോൾ ഇത് കുറച്ച് നേരം ഞാൻ ഇത് ശരിക്കും പൊതിർന്നിട്ടുണ്ട്. ആ ശർക്കരൻ്റെ പാനി ഒഴിച്ചോടുകൂടി പൊതിർന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഇങ്ങനെ ഉരുക്കി തന്നെ ഒഴിച്ചാലുള്ളൂ ഇഡുണ്ണിൻ്റെ അതേ ടേസ്റ്റ് വരിക. ഇങ്ങനെ വെറുതെ ശർക്കരയോ പഞ്ചസാരയോ ഇതിലിട്ട് കൊടുത്താൽ ആ ടേസ്റ്റ് വരില്ല. ഉരുക്കി ഒഴിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഉരുക്കി ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കുക. പക്ഷേ ഏലക്കായ ഇട്ടാൽ പണ്ടത്തെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തെ ഇഡുണ്ണിൻ്റെ ടേസ്റ്റ് അല്ല വരിക, ഏലക്കായൻ്റെ ചൊയ വരും. അപ്പം ഞാൻ ഏലക്കായ പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കണം. കുറച്ച് നാളികേരം ചരുവിയത് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചാൽ അത് തന്നെയാണ് പണ്ടത്തെ കാലത്തെ ഇഡുണ്ണി. ഇത് ഇഡുണ്ണിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് വരിക. പക്ഷേ ഇതിങ്ങനെ മുറിഞ്ഞായി അതിൻ്റെ നൂല് എന്ന് മാത്രം നീട്ടി പീച്ചുകയാണെങ്കിൽ ഇഡുണ്ണിൻ്റെ അതേപോലെ വരും. ഇഡലിത്തട്ടിൽ നീട്ടി പീച്ചിയാൽ മതി. അതിൻ്റെ കുഴി കൂടെ അല്ലെങ്കിൽ റൗണ്ട് വട്ടത്തിലാക്കി ഇങ്ങനെ പീച്ച് കൊടുത്താൽ മതി. കുഴിയിൽ ഇങ്ങനെ കുഴിയിൽ പീച്ചാതെ അങ്ങനെ വട്ടത്തിൽ പീച്ചെടുത്താലും നല്ല ഇഡുണ്ണിൻ്റെ അതേപോലെ തന്നെ നീണ്ട് കിടക്കും. പക്ഷേ ഇതിങ്ങനെ അവിൽ കുഴച്ച പോലെ ചെറുതായിയാണ് കിടക്കുന്നത്. ഞാൻ ഇത് കണ്ടോ, ഇതേപോലെ അല്ല കിടക്കുക. അത് നീണ്ടിട്ടാണ് കിടക്കുക. നല്ല ടേസ്റ്റാട്ടോ. അത് കുട്ടിക്കാലത്ത് കഴിച്ചവർക്ക് അപ്പം അതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഇഡുണ്ണിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇഡുണ്ണി അച്ചൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് തിന്ന് ശീലമുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇഡുണ്ണിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് വരിക. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. കുറച്ച് കൂടുതൽ നൂലപ്പം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഇഡുണ്ണി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പം ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.